ഈശ്വരസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യം. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മംഗളവാർത്ത ലഭിച്ച മറിയം ഒത്തിരിയേറെ ആകുലപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. വലിയ ടെൻഷൻ മാതാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു. ഈ വലിയൊരു ടെൻഷൻ കണ്ടപ്പോൾ ദൂതൻ മറിയത്തോട് പറയുക, മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മറിയത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവൾ ഒരിക്കലും മനുഷ്യനിൽ നിന്നല്ല പ്രശസ്തി ആഗ്രഹിച്ചത്, അവള് ദൈവസന്നിധിയിലാണ് കൃപ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതവും മറിയത്തിന്റെ ജീവിതവും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസവും ഇത് തന്നെയല്ലേ. നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനാ? മനുഷ്യന്റെ പ്രീതിക്കും പ്രശംസയ്ക്കും വേണ്ടിയാണ്. മനുഷ്യനിൽ നിന്ന് പ്രീതി കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. എപ്പോഴും എനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടായിരിക്കണം, എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കണം, മറ്റുള്ളവരുടെ മുൻപില് എനിക്ക് സ്ഥാനം ഉണ്ടായിരിക്കണം. ഈ ചിന്തയോടുകൂടിയാ പലപ്പോഴും പല പുണ്യപ്രവൃത്തികൾ പോലും നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ മറിയം സന്നിധിയിൽ, ആരുടെ സന്നിധിയില? ദൈവസന്നിധിയില് കൃപ കണ്ടെത്തിയവളാ. അവൾക്ക് സ്ഥാനം ലഭിച്ചത് ദൈവത്തിന്റെ മുൻപിലാ, ഒരിക്കലും മനുഷ്യന്റെ മുൻപിലല്ല. മനുഷ്യനെ കാണിക്കാനായിട്ട് അവൾ ഒന്നും ചെയ്തില്ല. പൂർണ്ണമായിട്ട് അവൾ സമർപ്പിച്ചത് ദൈവത്തിന്റെ കരങ്ങളിലാ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ മറിയം വലിയൊരു മാതൃകയാണ്. ഒരിക്കലും മനുഷ്യന്റെ പ്രശംസയ്ക്കായിട്ട് നീ ജീവിതത്തില് ഒരു കാര്യവും ചെയ്യേണ്ട. മനുഷ്യൻ നിന്നെ പ്രശംസിച്ചേക്കാം, മനുഷ്യന്റെ മുൻപില് നിനക്ക് സ്ഥാനമാനം ലഭിച്ചേക്കാം, പക്ഷെ ദൈവത്തിന്റെ മുൻപില് നിനക്ക് വിലയുണ്ടാകണമെങ്കിൽ നീ ഉറപ്പായിട്ടും ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതത്തില് ചെയ്യുവാനായിട്ട് തയ്യാറാവണം. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് ഇത് സാധിക്കുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയില് കൃപ കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി മനുഷ്യന്റെ സന്നിധിയില് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ ഓടുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ഈ ഓട്ടം അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തിന് മാറ്റം ഉണ്ടാവട്ടെ. ഈ ഭൂമിയില് സ്ഥാനമാനങ്ങളും അംഗീകാരവും ആഗ്രഹിക്കാതെ ദൈവസന്നിധിയിലെ കൃപ കണ്ടെത്തുവാനായിട്ട്, അവൻ നമ്മോട് പറയുന്നതനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.